അതാണ് എം ടിയെ ഓർത്തെടുക്കുമ്പോൾ നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ സമസ്ത രൂപങ്ങളിലും മുദ്ര പതിപ്പിച്ച മഹാമനുഷ്യൻ, പത്രാധിപർ എന്ന നിലയിലും അതുല്യൻ, മലയാള സിനിമയിലെ ക്ലാസിക്കുകളൊന്നായി കാണുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകൾ, 2 ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തു. 2005 രാജ്യം പത്മഭൂഷൺ അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം എന്നിങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണ, മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ. അങ്ങനെ എത്ര ഒരു മനുഷ്യജീവിതത്തിൽ എത്രയെത്ര ബഹുമതികൾ വാങ്ങാമോ, എത്രയെത്ര ആദരമേറ്റു വാങ്ങാമോ അതൊക്കെ വാങ്ങിയാണ് MT എന്ന വലിയ മനുഷ്യൻ, കാലാതീതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ മനുഷ്യൻ വിട വാങ്ങുന്നത്. 1933 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ അദ്ദേഹം ജനിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ, കുമാരനല്ലൂർ ഹൈസ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ഒപ്പം ആദ്യകാലത്ത് കവിതകൾ എഴുതി തുടങ്ങി, പിന്നീട് ചെറുകഥകൾ അദ്ദേഹം എഴുതി തുടങ്ങി. 1957 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു. 4 കെട്ടാണ് പുസ്തക രൂപത്തിൽ വന്ന ആദ്യ നോവൽ. 4 കെട്ടൊക്കെ മലയാളി എത്ര തവണ വായിച്ചു, 4 കെട്ട് വായിക്കാത്ത മലയാളി ഉണ്ടോ? അങ്ങനെ ഒരുപാട് അത്രത്തോളം സ്വാധീനം ചെലുത്തിയ നോവലുകളുടെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1965 മുറപ്പെണ്ണ് എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിച്ചത്. ആദ്യ സംവിധാന സംരംഭമായിരുന്നു നിർമ്മാല്യം. അതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കമടക്കം ലഭിച്ചു. തുടർന്ന് 50-ലേറെ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി എന്നുള്ളതാണ്. വാണിജ്യ വിജയങ്ങളായ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്ലാസ് സിനിമകൾ എന്ന് പറയുമ്പോഴും വാണിജ്യ വിജയങ്ങളായ, പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് വലിയ തോതിൽ ആകർഷിച്ച, അന്നത്തെ വമ്പൻ ഹിറ്റുകളായ അനവധി സിനിമകളുടെ തിരക്കഥാകൃത്ത്, പ്രേക്ഷകൻ്റെ പൾസറിഞ്ഞ്, അതായത് പ്രേക്ഷകൻ എന്ത് വേണമെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അളവിലും കോലിലും കൃത്യമായി സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്ത് എന്നുകൂടി MTയെ വിശേഷിപ്പിക്കണം. വിഖ്യാത സംവിധായകർക്കൊപ്പം MT ജോലി ചെയ്തിട്ടുണ്ട്. IV ശശിയും ഹരിഹരനും ഒക്കെ MTയുടെ തിരക്കഥകൾ സിനിമകളാക്കാൻ ഭാഗ്യം ചെയ്ത സംവിധായകനാണ്. വാനപ്രസ്ഥം എന്ന സിനിമ അത് ലോകപ്രശസ്തമായി മോഹൻലാൽ എന്ന നടനെ അടയാളപ്പെടുത്തിയ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ എത്രയെത്ര പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, അമൃതം ഗമയ, വൈശാലി, വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, അങ്ങനെ എത്ര സിനിമകൾ MT മലയാളത്തിനായി സമ്മാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലവും 4 കെട്ടും, അസുരവിത്തും, 2-ാം മൂഴവും, മഞ്ഞും, പാതിരാവും, പകൽ വെളിച്ചവും, ഇരുട്ടിൻ്റെ ആത്മാവും, ഓളവും തീരവും, കുട്ടിയേട്ടത്തിയുമൊക്കെ വായിച്ച് മലയാളി എത്രയോ തവണ MT എന്ന മനുഷ്യൻ്റെ ആരാധകരായി എന്നുള്ളതാണ്. MTയുടെ അമൂല്യ സാഹിത്യ പ്രതിഭ, അദ്ദേഹം മലയാളിക്കായി കാത്തുവച്ച അനവധി കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ്. മോഹൻലാലൊക്കെ അവിടെ എത്തി അദ്ദേഹം പറയുന്ന വാക്കുകൾ MT എന്ന മനുഷ്യൻ്റെ സ്നേഹം ആവോളം ഏറ്റുവാങ്ങാനായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ നിറഞ്ഞാടാനായി എന്നുള്ളതാണ്. അങ്ങനെ എത്ര ഓർമ്മകളാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് 2 ദിവസത്തെ ദുഃഖാചരണമാണ് സംസ്ഥാനത്ത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ച് കഴിഞ്ഞു. MT എന്ന മഹാനൊപ്പമാണ് അദ്ദേഹം ഉള്ളത്. മോഹൻലാൽ എത്തി. MT എന്ന മഹാപ്രതിഭ നഷ്ടമാകുന്നതോടെ മലയാളത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചത്. അങ്ങനെ എല്ലാ മലയാളമൊട്ടാകെ MT എന്ന മനുഷ്യനെ ഓർക്കുകയാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ നമുക്കറിയാം അവിടെ റോഡ്, MTയുടെ വീട്ടിലേക്കുള്ള റോഡ് അത് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. അവിടെ ഗതാഗതമില്ല 4 മണി വരെ. പക്ഷേ
അന്തിമോപചാരം അർപ്പിക്കാനായി മലയാളക്കര അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനകം പൂർത്തിയായിരിക്കുന്നത്? രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നവരെല്ലാം തന്നെ വാഹനം കുറച്ചകലെ പാർക്ക് ചെയ്തിട്ട് വേണം എത്തുവാനെന്നുള്ള നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ കാണുവാൻ ഉള്ള ആളുകൾ ധാരാളമായിട്ട് എത്തും എന്നുള്ള ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പുറത്ത് സ്കൂളിൻ്റെ പരിസരത്താണ് പാർക്കിങ്ങും മറ്റും ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച രാവിലെ ഈ ഒരു സമയം പുലർന്നു വരുമ്പോഴേക്കും തന്നെ ആളുകളൊക്കെ കൂടുതൽ MT കാണുവാനും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി സിത്താരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൽ വിവിധ തുറകളിൽപ്പെട്ടവരുണ്ട്. സമൂഹത്തിൻ്റെ സാംസ്കാരിക തലങ്ങളിലും അതേപോലെ രാഷ്ട്രീയ തലത്തിലും തുടങ്ങി സാധാരണക്കാർ വരെ അദ്ദേഹത്തെ അവസാനമായിട്ടൊരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അവരുടെ ആദരം അർപ്പിച്ച് മടങ്ങുവാൻ ഇവിടേക്ക് എത്തുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും വേറിട്ട് നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ മൃതശരീരം, തൻ്റെ ഭൗതിക ശരീരം ഒരിക്കലും ഒരു പൊതുദർശനത്തിൻ്റെ വസ്തുവാക്കരുതെന്ന നിർദ്ദേശം അദ്ദേഹം അവസാനമായി നൽകിയതും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമായിട്ട് ഒതുക്കുകയും ചെയ്തിട്ടുള്ളത്. തന്നെ കാണേണ്ടവർ വീട്ടിൽ വന്ന് കണ്ടോട്ടെ, ടൗൺ ഹാളിലോ മറ്റിടങ്ങളിലോ അതിൻ്റെ ആവശ്യമില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം അത് കുടുംബം അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിലുമുണ്ട് അനന്യമായ ചില മാതൃകകൾ. അദ്ദേഹം കഴിഞ്ഞ 10 ദിവസമായിട്ട് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇവിടെ നൂൽപ്പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷെ അപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം അതും ഇവിടെ പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. തനിക്ക് തൻ്റെ ആയുസ് അത് പൂർണ്ണമായി ഉള്ളത്ര മതി, അതിന് യന്ത്രസഹായത്താൽ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം, അതിൻ്റെ തീരുമാനം അതും ഇവിടെ പാലിക്കപ്പെടുന്ന, അതും കുടുംബം അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റി തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളും അദ്ദേഹം ആഗ്രഹിച്ച തരത്തിലേക്ക് നടപ്പിലാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. കാരണം ദിവസങ്ങളോളം അദ്ദേഹം ഓർമ്മയില്ലാതെ ബോധമില്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷ മാത്രം ബാക്കി വെച്ച് ആശുപത്രിയിൽ പോരാടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്നുള്ള ആ ഒരൊറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ബോധത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അദ്ദേഹം ഏത് സാഹചര്യത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചവരായിരുന്നു അവിടെ എത്തിയവരെല്ലാം തന്നെ. അവർക്കെല്ലാം അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കരുത്തിനെക്കുറിച്ച്. അദ്ദേഹം മുൻപും മരണത്തിൻ്റെ പടിവാതിലെത്തി തിരിച്ചു വന്നത് നമുക്കറിയാം. അത് സ്വന്തം ജീവിതത്തിൽ നിന്നും പകർത്തിയെടുത്ത ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൃതികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ വിനോദ് അവിടെ തുടരുന്നുണ്ട്. മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയാണ് MT എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മലയാള സംസ്കാരത്തെ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാനാവില്ല. വിയോഗത്തിൽ മുഖ്യമന്ത്രി അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി. കേരളത്തെയും മലയാളത്തെയും ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല. വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ സർഗവാസന കഴിവ് തെളിയിച്ചിരുന്നത്. ഈ വിട പറഞ്ഞ ഘട്ടത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.
മുഖ്യമന്ത്രിയാണ് MT വാസുദേവൻ നായരെ അനുസ്മരിച്ചത്. മലയാളത്തിലെ മലയാളത്തിൻ്റെ പ്രമുഖരെല്ലാം MTയെ ഓർത്ത് എടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനമില്ല എങ്കിൽ പോലും സിതാരയിലേക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാനായി മലയാളം മുഴുവൻ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളുമൊക്കെ അവിടെ ചേർന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ശ്രദ്ധയുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ചു. താലൂക്ക് അദാലത്തുകളടക്കം മാറ്റിവെച്ചു. KPCCയുടെ ദുഃഖാചരണമുണ്ട്. ഇന്ന് MN സ്മാരകത്തിൻ്റെ അടക്കം ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു, അതും മാറ്റിവെച്ചു. മന്ത്രിസഭായോഗവും മാറ്റിവെച്ചു. അങ്ങനെ MTയെ കാണാനായി കേരളത്തിൻ്റെ മന്ത്രിസഭ മുഴുവൻ അവിടെ കോഴിക്കോട് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിമാർ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അവിടെ എത്തും. മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട നടന്മാരുടെയൊക്കെ രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രിയ നടൻ മോഹൻലാൽ രാവിലെ 4 മണിയോടുകൂടി അവിടെ സംവിധായകൻ രാജീവ് കുമാറിനൊപ്പം എത്തുകയും MTക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയും ചെയ്തു. അദ്ദേഹം നേരത്തെ അനുസ്മരിച്ചിരുന്നു മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തെ വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബിബി മറൈൻസ് ബാബുച്ചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണുമായിരുന്നു. ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചൊരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം, നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. കടുത്ത ചുമയും ശ്വാസതടസ്സവും കഫക്കെട്ടുമൊക്കെ നേരത്തെ പലതവണ ഇത്തരത്തിൽ ആശുപത്രിയിൽ വാസമനുഷ്ഠിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് തിരിച്ച് സിതാരയിൽ ആരോഗ്യവാനായി എത്തുന്ന ഒരു MTയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ തരത്തിൽ തന്നെ ഇത്തവണയും തിരിച്ചെത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം അത് ഡോക്ടർമാർ പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. മെച്ചമുണ്ടായിരുന്നില്ല, ഒട്ടും മെച്ചപ്പെട്ടിരുന്നില്ല. പക്ഷെ അപ്പോഴും ചില പ്രതീക്ഷകൾ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം